ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് എന്ന് തന്നെ പറയാം. ഓണം ആഘോഷിക്കാത്ത ഒരു മലയാളിയും മലയാളി പങ്കെടുക്കാത്ത ഓണാഘോഷവും നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഒരു ടീച്ചർ പറയുകയാണ്, കുട്ടികളോട് അവരുടെ രക്ഷിതാക്കളോട് പറയുകയാണ്, നമ്മൾ ഓണം ആഘോഷിക്കരുതെന്ന്. ഇത് എന്താണ്? കേരളം എവിടെ എത്തി നിൽക്കുകയാണ്? ഈ ഓണത്തെ പോലും നമ്മൾ വെറുക്കാനാണോ പഠിപ്പിക്കേണ്ടത്? ഈ മലബാറിലൊക്കെ ബുദ്ധി കൂടി പ്രാന്തായി നിന്നിട്ടുണ്ട്, ചൊല്ലുണ്ട്. ഇതൊക്കെ മലയാളിക്ക് ബുദ്ധി കൂടി പ്രാന്താകുന്നതിൻ്റെ പ്രശ്നമാണ്. കൂടി കൂടി വന്നിട്ട് എനിക്കിത് ഈ ഒരു സംഭവം കേട്ടപ്പം സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഒരു കഥയാണ് വന്നത്. സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ കഥയിൽ അയാളുടെ ഭാര്യ ഗൾഫിൽ ജനിച്ചു വളർന്ന ഒരു പ്രവാസിയുടെ മോളാണ്. ഇയാൾ സ്കൂൾ മാഷാണ്. അപ്പോൾ ഇയാൾ കുട്ടികളെയും കൊണ്ട് യുവജനോത്സവത്തിന് പോകും. അപ്പോൾ ഈ ഭാര്യ പറയും, നിങ്ങളവിടെ ഹിന്ദു പെണ്ണുങ്ങളെ കാണാനല്ലേ പോകുന്നത്? അവർ ബ്ലൗസൊക്കെ ഇട്ട് ശരീരം അവിടെ ഇവിടെ കാണിക്കുന്ന ബ്ലൗസൊക്കെ ഇട്ട് കാണാനല്ലേ പോകുന്നത്? പർദ്ദയൊന്നും അല്ലാതെ പർദ്ദയൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളല്ലല്ലോ. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ വളരെ ഭീകരമായിട്ട്. അന്ന് സുസ്മേഷ് എനിക്ക് 10 വർഷം മുമ്പായിട്ട് എഴുതിയൊരു കഥയാണ്. സുസ്മേഷ് വർഗീയവാദി അല്ലല്ലോ, നല്ലൊരു കഥാകൃത്താണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് കേരളത്തിൽ ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് മുസ്ലിംസിനിടെ മാത്രമല്ല കേട്ടോ. ഇത് ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ മുസ്ലിംസിനിടെ മുമ്പും പല സ്ഥലത്തും ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അരവണ വയ്ക്കാൻ പാടില്ല, ഞാനൊക്കെ പണ്ടേ. എനിക്ക് അരവണ ഭയങ്കര ഇഷ്ടം. നമ്മളാരെയും അവർ വല്ല പോയാലും ആടെ ഒരു അരവണ എനിക്ക് മേടിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ കുറച്ചൊന്നായി ചുരുക്കിയത്. ഇപ്പം പിന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അരവണ ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ ഈ ക്രിസ്ത്യൻസിനിടെ നമ്മളിത് കേൾക്കാത്തതാണ്. അപ്പം ഞാൻ ചെങ്ങന്നൂർ മറ്റേ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു കുറച്ച് ദിവസം അങ്ങനെ പറയുന്നത്, ഞങ്ങൾ പ്രസാദം കഴിക്കില്ല. എന്തൂരി അല്ല, അത് ഹിന്ദു ആചാരമായിട്ട് ബന്ധപ്പെട്ട്. ക്രിസ്ത്യൻസ് പൊതുവെ പൊട്ടൊക്കെ തൊടുന്ന, ഹിന്ദു ഏതാണ് ക്രിസ്ത്യാനി ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ഇടയിൽ ഈ പെന്തക്കോസ്റ്റുകാരും ഈ CSIക്കാരും കൂടി ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്സാണ്. അവർ പറയുന്നത് വെച്ചാൽ മറ്റു മതങ്ങളുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പാലിക്കാൻ പാടില്ല. അപ്പോൾ സ്വയം ക്രിസ്ത്യാനികളാണ് ഒരു ഹിന്ദുമതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും പാലിക്കുന്ന ആളുകളാണ്. കുരിശാണെങ്കിലും വിളക്കാണെങ്കിലും, വിളക്കിൻ്റെ മുകളിലാണ് കുരിശ് വെക്കുക. ആനയും അമ്പാരിയും എല്ലാ കാര്യങ്ങളും അവരുടെ പല പള്ളികളും അവർ യൂറോപ്യൻ രീതിയിലല്ല ഉണ്ടാക്കിയത്, അമ്പലങ്ങളുടെ രീതിയിലാണ്. അപ്പോൾ ഇത് മുസ്ലിം കേരളത്തിലെ വളരെ പഴക്കം ചെന്ന മുസ്ലിം പള്ളികൾ. അതെ, നമ്മളെ നിങ്ങൾ മാടായി അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് അവിടെയാണ്. മാടായി പള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ പൊന്നാനിയിലെ പള്ളി, പൊന്നാനി പള്ളി, കൊടുങ്ങല്ലൂർ, കോഴിക്കോട് ബീച്ചിലുള്ള കുട്ടികളുടെ 2 പള്ളികൾ. ഇപ്പം ആകുമ്പോൾ ഇതൊക്കെ മാറ്റി മറ്റേ രീതിയിലാക്കി. അതെന്ന് വെച്ചാൽ വേരുകൾ നഷ്ടമാകുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതം കയറ്റുമതി ചെയ്യുന്ന, മതപ്രചാരണത്തിന് ഫണ്ട് ചെലവാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളുടെ അപകടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് നമ്മൾ ഈ കന്യാസ്ത്രീയുടെ അവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയി നോക്ക്, പല കുത്തിത്തിരിപ്പിനും പിന്നെയും മലയാളികളാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇപ്പോൾ ഇന്നാള് അമിത്ഷാ പറഞ്ഞിട്ടുള്ള തീരപ്രദേശങ്ങൾ ഭയങ്കര അതല്ല ഇതിന്റെ സംഭവം തീരപ്രദേശങ്ങളൊന്നും അല്ല. മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ അവർക്ക് എവിടുന്ന് ഫണ്ട് വരുന്നതൊക്കെ വേറെ കാര്യം. ഇനി മതം തലക്ക് പിടിച്ചിട്ട് ഫണ്ടിൽ നിന്ന് ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുള്ളൂ. അവനവൻ്റെ സ്വത്ത് മൊത്തം എഴുതി കൊടുക്കുന്നത്. ഇത് എവിടുന്ന് ഫണ്ട് വരുന്നുണ്ട്? കേരളം വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അത് തീവ്രവാദത്തിലേക്കല്ല, മതപരിവർത്തനത്തിലേക്ക്. അത് ഈ 2 കമ്മ്യൂണിറ്റീസും. അത് മുസ്ലിംസ് RSS വരെ പേടിച്ചിട്ട് കുറച്ച് കുറവാണ്. കാരണം കാപ്പൻ്റെ അവസ്ഥയായി പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. പക്ഷെ ഇതല്ലല്ലോ, ക്രിസ്ത്യൻസിൻ്റെ അതല്ലല്ലോ. നിങ്ങളിപ്പോൾ കോട്ട എന്ന് പറഞ്ഞ രാജസ്ഥാന സ്ഥലമുണ്ട്. മൊത്തം ഇവിടുന്ന് പോകുന്ന പിന്നെ പാസ്റ്റർമാരാണ്. ഭയങ്കര അന്വേഷണം നടക്കുന്ന ഏരിയയാണ്. പിന്നെ ഈ പാസ്റ്റർമാർ പലരും ഹിന്ദുമതത്തെ വളരെ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിക്കുക, ഭയങ്കര മോശമായ രീതിയിൽ. പണ്ട് ബ്രിട്ടീഷുകാർ നിർത്തിപ്പിച്ചാണ് ഇത്. അങ്ങനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാൻ ഈ പ്രശ്നമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇത് നിർത്തിപ്പിച്ചാണ്. ഇപ്പം ബ്രിട്ടീഷുകാർ പോയി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അപമാനം ഊരി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മലയാളിക്ക് ഇത് മനസ്സിലാവില്ല. ഇത് അവിടെ പോയി നോക്കണം മനസ്സിലാവണമെങ്കിൽ. പിന്നെ ഞങ്ങൾ മലബാറിൽ നിന്ന് തീരെ മനസ്സിലാവില്ല. മലബാറിൽ ഈ പറഞ്ഞ ബന്ധക്കോസ്താനൊന്നും വർക്ക് ചെയ്യുന്നില്ല വലിയ രീതിയിൽ. തെക്കോട്ട് ഒന്ന് നോക്കണം, പന്തളം, തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങൾ, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വൻതോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി നടക്കുന്നുണ്ട്. അപ്പം ഈ മുസ്ലിംസിനിടയിൽ പണ്ടേ ഈ പ്രശ്നമുണ്ട്. ഞങ്ങളൊക്കെ പണ്ടേ പ്രസാദം കഴിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ അത് ഈ ജൂഡോ ക്രിസ്ത്യൻ റിലിജൻസിന്റെ പ്രശ്നമാണ്. മറ്റ് മതങ്ങളും ആചാരം. നമ്മുടെ ഹമീദ് ചെന്നമംഗലൂരിനെ പോലെയുള്ളവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ സലഫിസവും വഹാബിസവും അതുപോലെ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ ഇസ്ലാമിൽ നവീകരണം കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. പക്ഷേ
അവർ ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ട് ഇന്ന് വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുക. സാമൂഹ്യമായ നവീകരണം കൊണ്ടുവരാൻ വന്നതാണ്. റിലീജിയസ്ലി തിരിച്ചു പോക്കാണ്, പ്യൂരിറ്റാനിസമാണ്. സാമൂഹ്യ നവീകരണം വെച്ചാൽ ആധുനിക വിദ്യാഭ്യാസം കൊടുക്കണോ, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല, അവർക്ക് മനസ്സിലായി. അതിനൊക്കെ വേണ്ടി പുറത്ത് ആദ്യത്തെ കോളേജുകൾ സ്ഥാപിച്ചതൊക്കെ അവരാണ്. പിന്നെ സുന്നികളെ കയ്യിലൊന്നും കോളേജില്ല. അന്ന് അവരതിനെതിരായിരുന്നു. എപിൻ്റെയും അല്ലെങ്കിൽ ഇക്കെൻ്റെയും കയ്യിലും കോളേജില്ല. പണ്ടെങ്കിലേ ഉള്ളൂ. ഇവരെ കോളേജ് മൊത്തം ജമാഅത്തെ ഇസ്ലാമിക്കാരെയും സലഫികളെയും കയ്യിലാണ്. കാരണം അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കും. പക്ഷെ അവർ മതപരമായി തിരിച്ചു പോക്കാണ്. കാരണം ഓരോ മുസ്ലിമിനെയും സ്വത്വം എന്ന് വെച്ചാൽ പ്രവാചകന്റെ കാലത്തുണ്ടായ അറേബ്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? നമ്മൾ ആടിന് വയ്ക്കാൻ പോകണം. നമ്മൾ ഈ പറയുന്ന നൈറ്റി പോലത്തെ ഡ്രസ്സ് വിട്ട് തലയിൽ മറ്റേ കെട്ടും കെട്ടി നടക്കണം. ഒരു ലിമിറ്റില്ലേ ഈ പറയുന്നതിന്? പ്രവാചകൻ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞത് എന്താണ്? പ്രവാചകൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിവ് നേടാൻ ചൈനയിൽ പോവുകയാണെങ്കിൽ ചൈനയിൽ പോകണം. ചൈന എന്ന് പറയുന്നത് വളരെ വിദൂരമായ പ്രദേശം. അവർക്ക് മറ്റേ ചൈനീസ് ഉൾക്കടൽ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൈന പക്ഷേ അന്ന് വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇന്ത്യയും ചൈനയായിരുന്നല്ലോ. ചൈനയിൽ പോയി പഠിക്കാനാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഇവർക്കതല്ല. ഇവർ പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഇവർ ഇമാജിൻ ചെയ്തൊരു ഒരു കാലഘട്ടമുണ്ട്. അത് ഇസ്ലാം ലോകത്തെ പല ഭാഗം ഭരിച്ചിരുന്ന, അന്ന് പോലും ജൂതന്മാർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസാണ് കൊടുത്തത്, ഹിന്ദുക്കൾക്ക്. അപ്പോൾ ഇവർ എന്താ പറയുക, നമ്മളൊരു ഉട്ടോപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് ഖുർആൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഖുർആന് വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് പല സ്ഥലത്തും. പല സമയത്തും പ്രവാചകന് പല സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാണ് പല കാര്യങ്ങൾ. പക്ഷേ അതിന് നമ്മളെ ഏതാണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതെടുക്കാൻ വേണ്ടത്. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം അതേപോലെ തന്നെ എടുക്കും. മനസ്സിലായില്ലേ? എല്ലാ സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക. അതാണ് കാര്യം. ഇപ്പം ചൈനയിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്രസാദം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹിന്ദുമതം എന്ന് വെച്ചാൽ ഈ മതം എന്ന് വെച്ചാൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഈ ജൂഡോ ക്രിസ്ത്യൻ മതങ്ങൾ പോലെയുള്ള മതങ്ങളാണ്. ഹിന്ദുമതം അങ്ങനെ മതമല്ലല്ലോ, അത് സാംസ്കാരിക ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റേണ്ടതായിട്ട് വരും? ഈ ഓണാഘോഷം എന്നത് നമ്മുടെ പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭാഷ മാറ്റേണ്ട, അറബിക്ക് ആക്കേണ്ടി വരും. ഡ്രസ് കോഡ് മാറ്റേണ്ടി വരും. ഡ്രസ് കോഡ് ഇപ്പം ചുരിദാറല്ല, ചുരിദാർ ഇറാനിയൻ ഡ്രസ്സാണ്, അല്ലാതെ അറബികളുടെ ഡ്രസ്സൊന്നല്ല. അത് മാറ്റേണ്ടി വരും. പർദ്ദ, നിങ്ങൾ ഇടുന്ന പർദ്ദ നിങ്ങളുടേതല്ല, അറബികളുടേതല്ല. അത് എവിടുന്ന് വന്നതാണ്? അത് പർദ്ദ നാശി എന്നുള്ള വാക്ക് ഇറാൻ എന്നാണ്, ഇറാനിയൻ ഭാഷയാണ്. ഇറാനിലെ ഹൈ ക്ലാസ് സ്ത്രീകൾ ധരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാം ഉണ്ടായ സമയത്ത് അവർ നമ്മളെപ്പോഴും നോക്കുക പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് വന്ന ആണ്. അല്ല, അറബികൾ അന്ന് നൊമാഡ്സായി നടന്ന സമയത്ത് അറബികളും ബൈസന്റൈൻ എംപയറൊക്കെയാണല്ലോ, അല്ല പേർഷ്യക്കാരും ബൈസന്റൈൻ എംപയറൊക്കെയാണല്ലോ അവരുടെ അടുത്തുള്ള വലിയ സാമ്രാജ്യങ്ങൾ. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം പ്രശാന്ത് ഒരു കമ്പ്യൂട്ടർ കമ്പനി ഉണ്ടാണ്. പ്രശാന്ത് മാതൃകയാക്കാൻ നോക്കിയവരാണ് ഇൻഫോസിസിനെ അല്ലേ, ഷിബിലാലിനെ അല്ലേ. അതേപോലെ അവർ മാതൃകയാക്കിയതാണ് ആരെ? ഇറാനിയൻ ട്രഡീഷൻ. അക്കാലത്ത് അറബ് സ്ത്രീകൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ നായർ സ്ത്രീകളെ പോലെ വളരെ ബോൾഡായി. പ്രവാചകൻ തന്നെ കല്യാണം കഴിച്ച് അദ്ദേഹത്തെക്കാട്ടും പ്രായം കൂടിയ വിധവയാണ്. പ്രവാചകന്റെ ഇളയ ഭാര്യയായ ഇവർ പറഞ്ഞില്ലേ ഇപ്പം എന്താണ് പോക്സോ കേസ് എന്നൊക്കെ പറയുന്നത്, വൃത്തിയോട് പറയുന്നില്ലേ, അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അതിലും കാര്യമൊന്നുമില്ല. അവർ ഏറ്റവും ഇളയ ഭാര്യ അവർ പിന്നെ ഒട്ടകപ്പുറത്ത് കയറി പ്രവാചകൻ്റെ കൂടെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, കൈകൈ പോയതുപോലെ. അത് പിന്നെ അവിടെ വലിയ ഡിബേറ്റൊക്കെ ആയി, വേറെ കാര്യം. പക്ഷെ അങ്ങനെയുള്ള അപ്പം നമ്മളത് നായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ്. മരുമക്കത്തായൊക്കെ ഉണ്ടായതുകൊണ്ട്. ഇപ്പം മരുമക്കത്തായം പോയതോട് കൂടിയിട്ടാണ് അതൊന്ന് ഡൗൺ ആയത്. അപ്പം അതുപോലുള്ള സ്ത്രീകളായിരുന്നു. അപ്പം അതാണ് അതിൻ്റെ ഒരു ട്രഡീഷൻ. ആ ട്രഡീഷൻ മാറ്റിയിട്ട് ഇന്ന് കാണുന്ന ഈ ഇറാനിയൻ ട്രഡീഷൻ പർദ്ദയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഇസ്ലാം വലിയൊരു സാമ്രാജ്യം ആയതിനു ശേഷം വലിയ ആളുകൾ എങ്ങനെ ജീവിക്കണമെന്ന് ഇവർ കണ്ടുപിടിച്ച അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും ഇസ്ലാമികമല്ല ഇവർ ഈ പറയുന്നത്. അന്ന് പ്രവാചകന്റെ കാലത്ത് സഹാബിയങ്ങൾ സ്ഥാപിച്ച മതം, കേരളത്തിൽ സഹാബിയങ്ങൾ ഇസ്ലാം എത്തിച്ചു എന്നാണല്ലോ ഇവർ വിശ്വസിക്കുന്നത്. നമുക്ക് അതിൻ്റെ തെളിവുകൾ കിട്ടുന്നത് പ്രവാചകന് ശേഷവും മുസ്ലിം പ്രസൻസിനെ പറ്റിയുള്ള തെളിവ് കിട്ടുന്നത് പ്രവാചകന് ശേഷം 500 വർഷം കഴിഞ്ഞതിന് ശേഷം ചരിത്രപരമായിട്ട്. ഇപ്പോൾ സെൻറ് തോമസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പറ്റിയുള്ള നമുക്ക് തെളിവ് കിട്ടുന്നത് ജീസസ് മരിച്ച 700 വർഷത്തിന് ശേഷമാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ആ സമയത്ത് തന്നെ ഇസ്ലാം ഇവിടെ എത്തി, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകന്റെ സമയത്ത് എത്തിയെന്ന. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സഹാബിയങ്ങൾ തിരുത്തുമായിരുന്നല്ലോ. അവരിവിടെ കാച്ചി കൊണ്ട് ധരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള നേർച്ച കഴിക്കുന്നതിനോ ഹിന്ദു പിന്നെ പ്രസാദം കഴിക്കുന്നതിനോ അവർ വിലക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ തീവ്രവാദത്തിന് മണ്ണെടുക്കുന്ന ഒരു ശ്രമമാണ്. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൂടി ഭീഷണിയാണ്. സൗദി അറേബ്യക്ക് പോലും ഭീഷണിയാണ്. ഇവർക്ക് പ്രാന്താണ്. ഇതിനെ കൃത്യമായി കടിഞ്ഞാണിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.